അപ്പൊ ഇന്ന് നമ്മള് എക്കണോമിക്സിന്റെ ക്രാഷ് കോഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് സ്റ്റാറ്റി ആണ് ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുന്നത്. സ്റ്റാറ്റിയിലെ പോർഷൻസ് ആണ് നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ സ്റ്റാറ്റിയിലെ പോർഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ വരുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ഉണ്ട് അല്ലെ. സ്റ്റാറ്റിയുടെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ, അതായത് ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ അല്ലേ, എല്ലാവരും സെറ്റ് അല്ലേ? ഹലോ, ഓക്കെ. അപ്പൊ ഇവിടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബേസിക്സ് ആണ് നമ്മൾ പൊതുവേ പറയുന്നത്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്? ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു തുടങ്ങുന്നു. ദെൻ അതിൽ എന്താ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ബേസിക് ആണ്. അപ്പൊ ഈ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും കുറവ് വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. ഏറ്റവും കുറവ് വെയിറ്റേജ് വരുന്നതാണ് എന്ത്, ഈ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. 2 points ഒക്കെ അതിന്റെ വെയിറ്റേജ് വരുന്നുള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരിക. അപ്പൊ ഇക്കണോമിക്സ് എന്താണ്? ഇറ്റ് ഇസ് ദ സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ അല്ലെ, how people and society choose to employ scarce resources that could have alternative uses in order to produce various commodities. അപ്പൊ ബേസിക്കലി ഇൻ ടോട്ടൽ നമ്മൾ ഇക്കണോമിക്സ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഈ ആൾക്കാര് എങ്ങനെയാണ് റിസോഴ്സസ് ഏത് രീതിയിൽ എംപ്ലോയ് ചെയ്യണം എന്നുള്ളതാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതായത് നിങ്ങളിപ്പോ ഒരു ചോക്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ ചോക്ലേറ്റിനെ കൊണ്ട് നിങ്ങൾക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം, ചോക്ലേറ്റ് പുഡിംഗ് ഉണ്ടാക്കാം, കുക്കീസ് ഉണ്ടാക്കാം അല്ലെ. അങ്ങനെ ഒരുപാട് ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട് ഒരു സാധനത്തിനാണ്. അപ്പൊ ഇതിനിടയിൽ ഏതിനാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള തീരുമാനങ്ങളൊക്കെ ഇല്ലേ, ഇതിനെയൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി ഇക്കണോമിക്സിൽ സംസാരിക്കുന്നത്. ആൻഡ് അവിടെ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം എക്കണോമിക്സ് പഠിക്കുമ്പോൾ നമ്മളെ സ്കേസിറ്റി ഓഫ് റിസോഴ്സസ് ആണ്. ബിക്കോസ് എന്തുകൊണ്ടാണ് സ്കേസിറ്റി ഓഫ് റിസോഴ്സസ് വരുന്നത്? നമുക്ക് അത്രയും നീഡ്സ് ഉണ്ട്, നമ്മുടെ നീഡ്സ് വെരി ഹൈ ആണ്, അതുകൊണ്ട് തന്നെ റിസോഴ്സസ് സ്കേഴ്സ് ആണെന്നുള്ളതാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ റീസൺ. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ അടുത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താന്ന് പറഞ്ഞു തരുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് വിത്ത് ദി കളക്ഷൻ, അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡേറ്റ. എന്തൊക്കെയാണ്? കളക്ഷൻ, അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡേറ്റ. ഈ ന്യൂമറിക്കൽ നമ്മുടെ മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ള ന്യൂമറിക്കൽ ഡേറ്റാസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കൃത്യമായിട്ട് അതായത് ഇൻഫർമേഷൻസിനെ കളക്ട് ചെയ്തിട്ട് നമ്മളൊന്ന് അതിനെ കൃത്യമായി അനലൈസ് ചെയ്തിട്ട് എന്താണ് അതിനെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ന്യൂമറിക്കൽ ഫോംസിൽ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രസന്റ് ചെയ്യുന്നു. ദെൻ അതിന്റെ ഇന്റർപ്രിട്ടേഷൻസ്, അതിന്റെ ഫൈനൽ റിസൾട്ട്സ്, അതിൽ നിന്ന് എന്ത് മനസ്സിലാകുന്നു എന്ന് നമ്മൾ പറയണമെന്നുള്ളതാണ്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ തന്നെ പ്ലൂറൽ സെൻസും സിംഗുലർ സെൻസും ഉണ്ട് കേട്ടോ. ഇതൊക്കെ 1 മാർക്കിന് വന്നേക്കാവുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ മക്കളെ. 1 മാർക്കിന്. അതായത് പ്ലൂറൽ സെൻസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഓർ ഡേറ്റ ഓർ ന്യൂമറിക്കൽ ഫാക്ട്സ് സിസ്റ്റമാറ്റിക്കലി കളക്ട് ചെയ്യുന്നു. പ്രോപ്പർലി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാന്നുള്ള ഒരു പോർഷൻ മാത്രമാണ് പ്ലൂറൽ സെൻസിൽ വരുന്നത്. അതിന്റെ സിംഗുലർ സെൻസിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഡിഫറെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഈ കളക്ഷനും അതിനോടൊപ്പം പ്രസന്റേഷനും അനാലിസിസും എല്ലാം കൂടെ ചേർന്ന് വരുന്നത് സിംഗുലർ സെൻസിലാണ് നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന ഒരേ ഒരു ക്വസ്റ്റ്യൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് ഇതാണ്, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ എന്താണ്, യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നും പറയാം. ഒന്നെങ്കിൽ ഇമ്പോർട്ടൻസ് എന്നും പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നും പറയാം. അപ്പൊ ഇത് എപ്പോഴും എക്സാമിന് ചോദിച്ചേക്കാവുന്ന, ലൈക്ക് മോസ്റ്റ്ലി ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇത് തന്നെ ആയിരിക്കും. അപ്പൊ എന്തൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു, അഥവാ അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ടു അണ്ടർസ്റ്റാൻഡ് ഇക്കണോമിക് പ്രോബ്ലംസ് അല്ലെ. ഇക്കണോമിക് പ്രോബ്ലംസിനെ, പ്രശ്നങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. പ്രസന്റ് ഇക്കണോമിക് ഫാക്ട്സിനെ പ്രിസൈസ് ആൻഡ് ഡെഫിനിറ്റ് ഫോം, ഇക്കണോമിക് ഫാക്ട്സിനെ വളരെ പ്രിസൈസ് ആയിട്ട് ആൻഡ് വളരെ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഫോമിൽ പ്രസന്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കണ്ടെയ്ൻസ് മാസ് ഡേറ്റ ഇൻടു ഫ്യൂ ന്യൂമറിക്കൽ മെഷേഴ്സ്. നമ്മുടെ കയ്യിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടാവും, അതിനെല്ലാം നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യാണ്, നമ്മൾ മീനും മീഡിയനും മൂടും ഒക്കെ പഠിക്കുന്നില്ല, അപ്പൊ അതുപോലത്തെ ന്യൂമറിക്കൽ മെഷേഴ്സിലേക്ക് ആക്കിയിട്ട് നമ്മൾ അതിനെ വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ വളരെ ചെറിയ ഫോമിലേക്ക് അതിനെ കൊണ്ടുവരികയാണ്. പിന്നെ ഫൈൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഇക്കണോമിക് ഫാക്ടേഴ്സ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഇക്കണോമിക് ഫാക്ടേഴ്സിന്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലൂടെയാണ്. പിന്നെ എന്താണ്, ഫ്യൂച്ചർ പ്രഡിക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് ഫ്യൂച്ചറിൽ ഇനി എന്ത് നടക്കും എന്നുള്ളതിനെ പ്രഡിക്ട് ചെയ്യാൻ. അപ്പൊ ഇതുവരെ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇന്ന പ്രൊഡക്റ്റിന് ഇന്ന സെയിൽ, എത്രയാണ് സെയിൽ വരുന്നതെങ്കിൽ ഭാവിയിലേക്ക് ഏകദേശം എത്ര വരും എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രഡിക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പ്രഡിക്ഷൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പ്ലാൻസ് ആൻഡ് പോളിസീസ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇക്കണോമിക് പ്രോബ്ലംസ് മനസ്സിലാക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് എന്ത്, ഇതിന്റെ ഇമ്പോർട്ടൻസ് അഥവാ യൂസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന യൂസസ് ആയിരിക്കും നിങ്ങൾക്ക് മോസ്റ്റ്ലി എക്സാമിന് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഈ ചാപ്റ്ററിൽ ഇത് പഠിക്കണം.
ഓക്കെ. പിന്നെ അപ്പൊ ഈ പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയതൊക്കെ 2022 ചോദിച്ചേക്കുന്നത് എലൂസിഡേറ്റ് ദ റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇക്കണോമിക്സ്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന്, ഇക്കണോമിക്സിലെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സെയിം ഇവിടെ നിങ്ങൾ ഈ പഠിച്ചു വെച്ചേക്കുന്ന കാര്യങ്ങൾ എഴുതിയാൽ മതി. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെ, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് എന്താന്നുള്ളത് 2022 രണ്ടും സെയിം ആണ്. സെയിം ക്വസ്റ്റ്യൻ ആണ് എല്ലാ തവണയും ചോദിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കാനായിട്ട് സാധ്യതയുള്ളൂ. ഓക്കെ ആണോ നഫ്ലാൻ, നിഥ? ഓക്കെ ആണോ? യെസ് മിസ്. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോയാലോ അല്ലെ? നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. അപ്പൊ ആ ചാപ്റ്ററിന്റെ നിങ്ങൾക്ക് അത് മാത്രമാണ് കാര്യമായിട്ട് എക്സാമിന് എല്ലാ തവണയും ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ അത് നല്ല പോലെ ഇരുന്ന് പഠിക്കുക. ഓക്കെ, ബാക്കിയുള്ളതും വായിക്കുക, പക്ഷെ അത് നല്ല പോലെ ഇരുന്ന് പഠിച്ചു വെക്കുക. പിന്നെ അടുത്ത സെക്കൻഡ് ചാപ്റ്ററിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നതാണ്. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ കുറച്ചുകൂടി വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. ഇതിന്റെ അന്ന് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലെ, കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഇൻഫർമേഷൻസ്, നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് നമ്മൾ എങ്ങനെ കളക്ട് ചെയ്യുന്നു എന്നുള്ള ഫസ്റ്റ് ഓഫ് ഓൾ വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് പ്രൈമറി ഡേറ്റ, എന്താണ് സെക്കൻഡറി ഡേറ്റ. ഇത് രണ്ടുമാണ് ഫസ്റ്റ് തിങ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. എന്താണ് പ്രൈമറി ഡേറ്റ ആൻഡ് സെക്കൻഡറി ഡേറ്റ എന്താന്നുള്ളതാണ്. അപ്പൊ പ്രൈമറി ഡേറ്റ ഇസ് ഇൻഫർമേഷൻ കളക്ടഡ് ഡയറക്ട്ലി ബൈ ദി എന്യൂമറേറ്റർ അല്ലെ. എന്യൂമറേറ്റർ നേരിട്ട് പോയി കളക്ട് ചെയ്യും. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് നേരിട്ട് വന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ സ്റ്റഡീസ് എങ്ങനെയുണ്ട്, സ്കൂളിൽ എന്താണ് സിറ്റുവേഷൻ എന്നൊക്കെ ഞാൻ നേരിട്ട് വന്ന് ചോദിക്കുമ്പോൾ അവിടെ എന്താണ്, അത് പ്രൈമറി ഡേറ്റയാണ് ഞാൻ അവിടെ കളക്ട് ചെയ്യുന്നത്. എന്നാൽ സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്, ഓൾറെഡി ആരെങ്കിലും ചെയ്തു വെച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ ഓൾറെഡി നിങ്ങളുടെ സ്റ്റഡീസിന്റെ, നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിലെ കുട്ടികളുടെ സ്റ്റഡീസിനെ കുറിച്ചിട്ട് ഓൾറെഡി വേറൊരാൾ ഒരു സ്റ്റഡി നടത്തി അതിന്റെ റിപ്പോർട്ടൊക്കെ അവർ ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് എടുത്ത് നോക്കിയിട്ട് ഞാൻ പഠിക്കുവാണെങ്കിൽ അതിനെ ഞാൻ എന്താണ്, അത് ഞാൻ സെക്കൻഡറി ഡേറ്റയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഡിഫറൻസ് മനസ്സിലായില്ലേ? എന്താണ് പ്രൈമറി ഡേറ്റ, എന്താണ് സെക്കൻഡറി ഡേറ്റ? അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ഓർത്ത് വെക്കുക. പ്രൈമറി ഡേറ്റ നേരിട്ട് പോയിട്ട് സ്കൂളിൽ, അത് അങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിന് പലപ്പോഴും ക്വസ്റ്റൻ ഒക്കെ വന്ന് കണ്ടിട്ടില്ലേ, 4 ഓപ്ഷൻസ് ഒക്കെ പറയാം. 4 ഓപ്ഷൻസിൽ ഒന്ന് പറയുന്നത് ചിലപ്പം സ്കൂളിൽ പോയിട്ടോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ട് ഡേറ്റ കളക്ട് ചെയ്തു എന്ന് പറയുന്നുണ്ടാവും. അങ്ങനെ ഡിഫറെന്റ്, അല്ലെങ്കിൽ മാഗസിൻസ് ഡേറ്റ കളക്ട് ചെയ്തു എന്ന് പറയുന്നത്. അങ്ങനെ പല പല ഓപ്ഷൻസും എടുത്തിട്ട് ഇതിൽ ഏതാണ് പ്രൈമറി ഡേറ്റ അല്ലെങ്കിൽ ഇതിൽ ഏതാണ് സെക്കൻഡറി ഡേറ്റ എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പൊ അതെന്താന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സും കൂടി ഒന്ന് നോക്കി വെക്കുക. 3 മാർക്സിനൊക്കെ എങ്ങാനും വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് പ്രൈമറി ഡേറ്റ എന്ന് പറയുമ്പോൾ അതിന് വളരെ നല്ല ആക്യുറസി ഉണ്ടായിരിക്കും. അത് ആക്ച്വൽ ഒറിജിനൽ ഡേറ്റ ആണല്ലേ. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് ഡയറക്ട്ലി കിട്ടുന്ന ഒറിജിനൽ ഡേറ്റയാണ് ആൻഡ് ഇറ്റ് ഈസ് മോർ റിലയബിൾ. നമുക്ക് അതിനെ, എനിക്ക് എന്തായാലും അതിനെ ട്രസ്റ്റ് ചെയ്യാം അല്ലെ. ഓക്കെ, എനിക്ക് അതിനെ എന്ത് ചെയ്യാം, നല്ല പോലെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ എന്താണ്, അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ ഡിമെറിറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന നമ്മുടെ പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത് കൂടുതൽ എക്സ്പെൻസീവ് ആണ്. കാരണം ഞാൻ നിങ്ങളെ നേരിട്ട് വന്ന് കണ്ടിട്ടൊക്കെ വേണ്ട ചോദിച്ചറിയാൻ. അപ്പൊ അതിന് എക്സ്പെൻസസ് വരും. റോ ഡേറ്റ ഫോം ആണ് അത് കൂടുതൽ, കാരണം ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് ഇൻഫർമേഷൻസ് ചോദിച്ച് മനസ്സിലാക്കിയാൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ നന്നായിട്ട് പഠിക്കണം അല്ലെ. അങ്ങനെ കുറെ വർക്ക് അതിൽ വരും. അതുപോലെ തന്നെ കൂടുതൽ സമയം ആവശ്യമുള്ള ഒരു കാര്യമാണ്. പിന്നെ സെക്കൻഡറി ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ദി ഡേറ്റ വിച്ച് ഹാവ് ബീൻ കളക്ടഡ് ആൻഡ് പ്രോസസ്ഡ് ബൈ സം അതർ ഏജൻസി. മറ്റാരെങ്കിലും കളക്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ. അപ്പൊ അവിടെ അതുകൊണ്ട് തന്നെ അവിടെ സമയം കുറവ് മതി, നമുക്ക് എക്സ്പെൻസ് നമുക്ക് കുറവായിരിക്കും. അതുപോലെ തന്നെ എന്നാൽ അത് പോസിറ്റീവ്സ്. എന്നാൽ ഡിമെറിറ്റ്സ് പറയുകയാണെങ്കിൽ അത് ആക്യുറേറ്റ് ആയിരിക്കില്ല അല്ലെ. ഞാൻ ആരോ എഴുതി വെച്ച് എന്തോ ഞാൻ പഠിക്കുന്നു എന്നല്ലേ ഉള്ളൂ, അതിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഫുള്ളി റിലയബിൾ ആയിട്ട് കാണാൻ പറ്റില്ല, ഫുള്ളി അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ അത് 1 മാർക്കിന് അങ്ങനെയൊക്കെ വരാനൊക്കെ ഉള്ള ചാൻസ് ഏരിയ ആട്ടോ. ഇത് 1-2 മാർക്കിനായിട്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് 4 മാർക്സിനൊക്കെ വേണമെങ്കിൽ ചോദിച്ചേക്കാം. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ എന്നുള്ളതാണ്. എന്താണ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്? ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, നമുക്ക് പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. അതിനെന്ത് ചെയ്യണം, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം, കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇറ്റ് ഷുഡ് നോട്ട് ബി ടു ലോങ് ഓർ എ ലീഡിങ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻസ് ഒരിക്കലും എന്താവരുത്, ഭയങ്കര ലോങ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു ലീഡിങ് ക്വസ്റ്റ്യനോ ഒന്നും തന്നെ ആവാനായിട്ട് പാടില്ല. ക്വസ്റ്റ്യൻസ് ഒരിക്കലും ലോങ് ഓർ ലീഡിങ് ക്വസ്റ്റ്യൻസ് ആയിരിക്കരുത്. വലിയ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആൻസറിലേക്ക് നിങ്ങൾ എത്തിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനോ ആയിരിക്കരുത്. അതിനിവിടെ എക്സാമ്പിൾസ് അടക്കം ഞാൻ തരുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാനാട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ലീഡിങ് ക്വസ്റ്റ്യനോ ആവരുത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എപ്പോഴും മിനിമം ആയിരിക്കണം. അല്ലാതെ വാരിക്കോരി നമ്മളിപ്പോ ഒരു 10-100
ചോദ്യം അങ്ങ് ചോദിച്ചിട്ട് നമ്മൾ അതിന് ആൻസർ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ടയറിംഗ് ആയിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മിനിമം ആയിരിക്കണം. ക്വസ്റ്റ്യനെയർ എന്തായിരിക്കണം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം. അല്ലാതെ കട്ടി വാക്കുകളൊന്നും ഉപയോഗിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. സാധാരണ ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റണം. ആൻഡ് ക്വസ്റ്റ്യൻ ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ ആൻ ഓർഡർ. ഒരു പ്രോപ്പർ ഓർഡറിൽ അത് നമ്മൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ. അല്ലാതെ നമ്മൾ ചുമ്മാ കയറിയിട്ട് എന്തെങ്കിലും ഒക്കെ അല്ല, നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കണം അതെന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് ഇൻഡിക്കേറ്റ് ഓൾട്ടർനേറ്റീവ്സ് ടു ദ ആൻസർ. അതായത് ക്വസ്റ്റ്യൻസിൽ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വുഡ് യു ലൈക്ക് ടു ഡു എ ജോബ് ആഫ്റ്റർ കോളേജ് ഓർ ബി എ ഹൗസ് വൈഫ്. അല്ലെ, നിങ്ങൾക്ക് കോളേജ് കഴിഞ്ഞിട്ട് ഒരു ജോലി ചെയ്യാനാണോ താല്പര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹൗസ് വൈഫ് ആയിട്ട് ഇരിക്കാനാണോ താല്പര്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ രണ്ട് ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ അപ്പൊ തന്നെ അങ്ങോട്ട് കൊടുക്കുകയാണ് അല്ലെ. ആ രണ്ട് ഓൾട്ടർനേറ്റീവ്സ് അവർ ചൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് അതിൽ ഉണ്ടാവാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. പിന്നെ ദ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻ ഷുഡ് മൂവ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ആദ്യം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെ നിന്നാണ്, ഓക്കെ എങ്ങനെയാന്നൊക്കെ ചോദിച്ച് ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ ഫോക്കസ്ഡ് ആയിട്ട്, ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ജനറൽ ആയിട്ട് ഓക്കെ നിങ്ങൾ പഠിക്കുവാണല്ലേ, ഓക്കെ എന്തായിരുന്നു പേര്, ഓക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചോദിച്ചു. പിന്നെ എനിക്ക് ശരിക്കും അറിയേണ്ടത് നിങ്ങളുടെ ക്ലാസ്സസ് എങ്ങനെ പോകുന്നു എന്നുള്ളതായിരിക്കും. അപ്പൊ ആദ്യം ആ ജനറൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് മാത്രമേ ഞാൻ ഈ ക്വസ്റ്റ്യനിലേക്ക് വരാൻ പാടുള്ളൂ. ആൻഡ് ക്വസ്റ്റ്യൻസ് പ്രിസൈസ് ആൻഡ് ക്ലിയർ ആയിരിക്കണം. നേരത്തെ പറഞ്ഞ അതേ കാര്യം ഒന്നും കൂടി മാറ്റിമറിച്ച് പറയുന്നേ ഉള്ളൂ. ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് യൂസ് ഡബിൾ നെഗറ്റീവ്സ്. ക്വസ്റ്റ്യൻസിൽ ഡബിൾ നെഗറ്റീവ്സ് ഉണ്ടാവരുത്. അതിനുള്ള എക്സാമ്പിൾ ആണ് ഈ പറയുന്ന പോലെ ഇവിടെ കണ്ടില്ലേ, ഡോണ്ട് യു തിങ്ക്, ഫസ്റ്റ് തന്നെ ഒരു നെഗറ്റീവ് വന്നു, ഡോണ്ട് യു തിങ്ക് സ്മോക്കിംഗ് ഷുഡ് ബി പ്രൊഹിബിറ്റഡ്. അപ്പൊ അവിടെ ഡബിൾ നെഗറ്റീവ്സ് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയുമാണ് ക്വസ്റ്റ്യനെയർ എന്തായാലും പഠിച്ചു വെക്കുക. എക്സാമിന് എപ്പോഴും ചോദിച്ചു കാണുന്നത്, പ്രത്യേകിച്ച് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിനൊക്കെ എനിക്ക് ഒന്ന് ഇത്തവണയും ചോദിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം മോസ്റ്റ്ലി ചോദിച്ചു കാണുന്ന, അല്ല എന്റെ ഓർമ്മയിൽ ശരിയാണ് ഇത്തവണയും ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ മോസ്റ്റ്ലി ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ ആണ് എന്താ, ക്വസ്റ്റ്യനെയർ. അത് ഞാൻ എപ്പോഴും എന്റെ കുട്ടികളുടെ അടുത്ത് പറയും, ക്വസ്റ്റ്യനെയർ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മളെ മോഡ്സ് ഓഫ് ഡേറ്റ കളക്ഷൻ ആണ്. എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ട്, പേഴ്സണൽ ഇന്റർവ്യൂ, ടെലിഫോണിക് ഇന്റർവ്യൂ, മെയിലിംഗ് ഇന്റർവ്യൂ. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് മെൻഷൻ, ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ മാത്രമായിട്ട് ചിലപ്പോൾ ചോദിച്ചു തരാം. വാട്ട് ആർ ദ മോഡ്സ് ഓഫ് ഡേറ്റ കളക്ഷൻ, അല്ലെങ്കിൽ ലിസ്റ്റ് ഔട്ട് ദ മോഡ്സ് ഓഫ് ഡേറ്റ കളക്ഷൻ എന്നാണ്. ജസ്റ്റ് ഈ 3 കാര്യം നിങ്ങൾ എഴുതി വെക്കുന്നതിന് മക്കളെ 3 മാർക്കൊക്കെ കിട്ടാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, വരാതിരിക്കാറുണ്ട്, അങ്ങനെയും വരാറുണ്ട്. അപ്പൊ അതിനെ കൊണ്ട് നല്ല പോലെ ഇരുന്ന് പഠിക്കുക. ഓക്കെ, യാ. അപ്പൊ ഇവിടെ അതിൽ ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ, ഓരോ മോഡും എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഇത് നിങ്ങൾക്ക് ഓൾറെഡി പേഴ്സണലി അറിയുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങളൊന്ന് ഇരുന്ന് പഠിച്ചു വെച്ചാൽ മതി. അതായത് പേഴ്സണൽ ഇന്റർവ്യൂ ആണെങ്കിൽ അതിൽ നല്ല പോലെ റെസ്പോൺസസ് കിട്ടും അല്ലെ, ഞാൻ നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ. പിന്നെ നമുക്ക് എന്തെങ്കിലും ആംബിഗസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ക്ലാരിഫിക്കേഷൻസും കൊടുക്കാം. നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ കുറച്ച് വളഞ്ഞു തിരിഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവർക്ക് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, അത് ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അല്ലെ. കൃത്യമായിട്ടൊരു ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ അലൗസ് യൂസ് ഓഫ് ഓൾ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, എല്ലാ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ബെറ്റർ ഫോർ യൂസിങ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ഓപ്ഷൻസ് കൊടുക്കാതെ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് ഞാൻ ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അവിടെ ഞാൻ നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്നില്ല. എവിടെയും നിങ്ങൾക്ക് ഒരു 4 ഓപ്ഷൻ തന്നിട്ട് അതിൽ നിന്ന് ചൂസ് ചെയ്യൂ എന്നല്ല പറയുന്നത്. അപ്പൊ അതാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് പേഴ്സണൽ ഇന്റർവ്യൂവിന്റെ മെറിറ്റ്സ്. ഇതിന് അതേ സമയം വരുന്ന ഡിമെറിറ്റ്സ് എന്താണ്, ഒബ്വിയസ്ലി പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് ഈ പ്രത്യേകിച്ച് പേഴ്സണൽ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പ്രൈമറി ഡേറ്റ കളക്ഷനിൽ ഏറ്റവും എക്സ്പെൻസീവ് പേഴ്സണൽ ഇന്റർവ്യൂസ് ആണ്. കാരണം നമ്മൾ നേരിട്ട് കണ്ട് ഇന്റർവ്യൂ ചെയ്യാന്നാണ് അത് മോസ്റ്റ് എക്സ്പെൻസീവ് ആണ്. ആൻഡ് അവിടെ ഞാൻ നിങ്ങളെ നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. ആ ഇൻഫ്ലുവൻസ് മേ ബി റിസർച്ചിന് ഒരു നെഗറ്റീവ് ആയിട്ട് വന്നേക്കാം. ഇത് കൂടുതൽ ടൈം എടുക്കും. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ഓരോരുത്തരെയും ഞാൻ വന്ന് കാണണം. അപ്പൊ ഒരുപാട് ടൈം എടുക്കും. ഓക്കെ, പിന്നെ ടെലിഫോണിക് ഇന്റർവ്യൂസ് ഉണ്ട്. ടെലിഫോണിക് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് അതിൻ്റെത് വരുന്നത് ഫോൺ വിളിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ മറ്റേത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ കോസ്റ്റ് കുറവാണ്, നമുക്ക് ഫോൺ വിളിക്കാനുള്ള ചെലവേ ഉള്ളൂ. പിന്നെ എന്താണ്, ഇതിൽ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനും വലിയ തരമില്ല. അതായത് തൊട്ടടുത്ത് കിട്ടുന്നൊന്നുമില്ല, ഫോണല്ല സംസാരിക്കാം, അപ്പൊ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ റെസ്പോൺസ് റേറ്റും ഹൈ ആയിരിക്കും. മറ്റേത് എന്താണ്, നമ്മൾ വിളിച്ച് ജസ്റ്റ് ഫോണിൽ അങ്ങ് സംസാരിച്ച് വെച്ചാൽ പോരെ. അപ്പൊ അവർ ചിലപ്പോൾ മോസ്റ്റ്ലി നമ്മളെടുത്ത് റെസ്പോൺസ് തരുമായിരിക്കും കറക്റ്റ് ടൈമിന് നമ്മൾ വിളിച്ചാൽ. അതിന്റെ ഡിമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് വളരെ കുറച്ച് യൂസ് ചെയ്യാറുള്ളൂ. ആരും അങ്ങനെ ഫോൺ വിളിച്ച് നോക്കാനൊന്നും നിൽക്കാറില്ല. ആൻഡ് ഇവിടെ നമുക്ക് മെയിൻലി ഇവർ പറയുന്ന ആൻസേഴ്സിന് അവരുടെ റിയാക്ഷൻസ് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സബ്ജക്റ്റീവ് സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് അങ്ങനെയൊക്കെയുള്ള റിസർച്ചസ് ഒക്കെ ചെയ്യുമ്പോഴേ നമുക്ക് അവരുടെ റിയാക്ഷൻ എന്താണ്, അവരെന്താ ഫീൽ ചെയ്യുന്നത് ഫേസ് കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ത് ടെലിഫോണിക് ഇന്റർവ്യൂവിന്. ഇനി ഇതിനേക്കാൾ
ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം നേരിട്ട് കണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു, പിന്നെ നമ്മൾ ഫോൺ വിളിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് അങ്ങ് മിസ് ഏതാ ചാപ്റ്റർ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ, ഏതാ ചാപ്റ്റർ, ഇത് കളക്ഷൻ ഓഫ് ഡേറ്റ അല്ലേ? പോർഷൻസ് കണ്ടപ്പോ മനസ്സിലായില്ലേ, ഇത് കളക്ഷൻ ഓഫ് ഡേറ്റ ആണ് കേട്ടോ. കളക്ഷൻ ഓഫ് ഡേറ്റ ആണ് നമ്മളിപ്പോ പറയുന്നത്. ഇതുപോലെ ഇത് കഴിഞ്ഞ് ഇനി അടുത്ത് നമ്മൾ പ്രസന്റേഷൻ ഓഫ് ഡേറ്റയും കൂടി ഇന്ന് കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ്, അപ്പൊ ഇവിടെ മെയിലിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് അങ്ങ് അയച്ചു കൊടുക്കുക, നിങ്ങൾ ഉത്തരം പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് അയച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇതെന്താണ്, ലീസ്റ്റ് എക്സ്പെൻസീവ് ആണ്, വളരെ കുറവ് എക്സ്പെൻസ് ഇതിന് വരുന്നുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ദി ഓൺലി മെത്തേഡ് ടു റീച്ച് റിമോട്ട് ഏരിയാസ്, അല്ലെ, റിമോട്ട് ഏരിയാസിലേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റിയൊരു മെത്തേഡ് ആണ്. പിന്നെ മെയിൻറ്റെയിൻ അനോണിമിറ്റി ഓഫ് റെസ്പോണ്ടൻസ്, അല്ലെ, ആരാണോ റെസ്പോണ്ടൻസ്, സൈക്കോളജി റിലേറ്റഡ് റിസർച്ചേഴ്സിലൊക്കെ മോസ്റ്റ്ലി അങ്ങനെയായിരിക്കും മക്കളെ, നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ അവിടെ റിവീൽ ചെയ്യേണ്ടി വരില്ല. കാരണം അതെന്താണ്, നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കാനായിരിക്കും മോസ്റ്റ്ലി അവർ ചോദിക്കുക. അപ്പൊ അവിടെ നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യേണ്ട എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ അവിടെയൊക്കെ കൂടുതൽ ഇത്തരത്തിൽ മെയിലിംഗ് ക്വസ്റ്റ്യൻസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാണ്ട് ഇന്ന് ആക്ച്വലി ക്വസ്റ്റ്യൻ മെയിൽ ചെയ്യാന്നുള്ളതിനപ്പുറത്തേക്ക് ഇന്ന് ഈസി ആയിട്ട് ഇന്ന് ഗൂഗിൾ ഫോം അയച്ചു കൊടുക്കും, അല്ലെ, ഗൂഗിൾ ഫോം അയച്ചു കൊടുത്താൽ ഫില്ല് ചെയ്ത് തരാനായിട്ട് പറയാം. അതാണ് ഇന്നത്തെ ഏറ്റവും ഈസി മെത്തേഡ്. അപ്പൊ ഇവിടെ നോ ഇൻഫ്ലുവൻസ് ഓൺ റെസ്പോണ്ടൻസ്, അല്ലെ, ഇവിടെ ഒരു തരത്തിലുള്ള ഇൻഫ്ലുവൻസും ചെയ്യാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല സെൻസിറ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വളരെ നല്ലതാണ്. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പറയുന്നത്, സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് മനുഷ്യന്മാരുടെ മാനസിക സാഹചര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്ന സ്റ്റഡീസിൽ സെൻസിറ്റീവ് ക്വസ്റ്റ്യൻസും ചോദിക്കും, വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ അവരുടെ ഉത്തരം അവർക്ക് ധൈര്യമായിട്ട് പറയാം. അല്ലെ, നമുക്ക് അറിയാത്ത ഒരാള് പെട്ടെന്ന് ഒരു ദിവസം വന്ന് നമ്മളോട് കുറെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, നമ്മുടെ പേഴ്സണൽ ഫീലിംഗ്സിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ, നമ്മുടെ ദേഷ്യം, നമ്മുടെ വിഷമം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് റെസ്പോണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇത് മെയിൽ ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല, ജസ്റ്റ് നമ്മൾ ആരും കാണുന്നൊന്നുമില്ല, അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് ഒറ്റയ്ക്കിരുന്ന് ചെയ്യാം. ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ്, ഇത് തന്നെയാണ്, ഇതിന്റെ സെയിം ഓപ്പോസിറ്റ്സ് കാര്യങ്ങളാണ് ഇതിന്റെ ഡിമെറിറ്റ്സ് ആയിട്ട് വരിക. ഒന്നാമത് എത്രയൊക്കെ ഇതാക്കാന്ന് പറഞ്ഞാൽ, ഇത് മെയിൽ യൂസ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരാവണ്ടേ. മെയിൽ യൂസ് ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്ക് എന്തുണ്ട്, ഇത് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ നമുക്ക് മെയിൽ എങ്ങനെ അയക്കണം, മെയിലിന് എങ്ങനെ റിപ്ലൈ കൊടുക്കണം എന്ന് അറിയണം ആദ്യം. പിന്നെ റെസ്പോൺസ് ടൈം കൂടുതലായിരിക്കും. കാരണം മെയിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുക്കണം, അതിന് ഉത്തരം കൊടുക്കണം എന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഫ്രീ ആവുന്ന സമയം നോക്കി നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കും, അല്ലെ. അപ്പൊ റെസ്പോൺസ് ടൈം വളരെ ഹൈ ആണ്. ആൻഡ് ഇറ്റ് ഡസന്റ് അലൗ എക്സ്പ്ലനേഷൻസ് ഒന്നും ഇതിൽ വരുന്നില്ല. ആൻഡ് റിയാക്ഷൻസ് കനോട്ട് ബി വാച്ച്ഡ്, ഇതിൽ റിയാക്ഷൻസ് നമുക്ക് കാണാനായിട്ടും സാധിക്കില്ല എന്നുള്ള ഇതിന്റെ ഡിമെറിറ്റ്സ് ആണ്. അപ്പം സിമിലർ കാര്യങ്ങളാണ് ടെലിഫോണിക്കിലും സിമിലർ കാര്യങ്ങൾ എന്ത് വരുന്നുണ്ട്, ഡിമെറിറ്റ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത് നല്ലപോലെ നോക്കി വെക്കാം. മേ ബി നിങ്ങളുടെ അടുത്ത് ചോദിച്ചേക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചിലപ്പം ഇച്ചിരി നല്ല മാർക്കിന് ചിലപ്പോൾ ഈസി ക്വസ്റ്റ്യൻസും ചോദിക്കുമല്ലോ എക്സാമിന്, അല്ലെ. എല്ലാം ടഫ് ക്വസ്റ്റ്യൻസ് മാത്രമല്ലല്ലോ, ടഫ് ക്വസ്റ്റ്യൻസും ഈസി ക്വസ്റ്റ്യൻസും മോഡറേറ്റ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. അപ്പൊ ആ ഈസി ക്വസ്റ്റ്യൻസിൽ ഇത് പെടുമ്പോൾ, ആ ഈസി ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണം ഒരു 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും, ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ്, ഇത് നിങ്ങൾക്ക് 1 മാർക്കിന് വരുന്ന കാര്യം കേട്ടോ. സെൻസസ് ഓർ കംപ്ലീറ്റ് എന്യൂമറേഷൻ എന്ന് പറയുന്നത്, അല്ലെ, കംപ്ലീറ്റ് എന്യൂമറേഷൻ എന്ന് പറഞ്ഞാലും സെൻസസ് എന്ന് പറഞ്ഞാലും സെയിം കാര്യം ഓർത്ത് വെക്കുക. സെൻസസ് ഓർ കംപ്ലീറ്റ് എന്യൂമറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. എ സർവേ വിച്ച് ഇൻക്ലൂഡ് എവറി എലമെന്റ് ഓഫ് ദി പോപ്പുലേഷൻ ഇസ് നോൺ ആസ് സെൻസസ്. അതായത് നമുക്കറിയാം 10 വർഷം കൂടുമ്പോൾ ഇന്ത്യയിൽ സെൻസസ് എടുക്കേണ്ടത്. സെൻസസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ ജനസംഖ്യ നോക്കുകയാണ്, നമ്മുടെ ഹോൾ നേഷനിൽ. അപ്പൊ ഇവിടെയുള്ള മൊത്തം പോപ്പുലേഷനെ ഒരാളെ പോലും വിടാതെ പോയി പഠിക്കുവാണ്, എത്ര പേരുണ്ട് ഓരോ ജില്ലയിലും, അതിന്റെ ഓരോ മൂലയിലും ആൾക്കാരുണ്ടെങ്കിൽ അവരൊക്കെ പോയി കണ്ടിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ എത്ര ആൾക്കാരുണ്ട്, ഈ ഫാമിലിയിൽ ഇത്ര ആൾക്കാർ, ഇവരുടെ പേര് ഇന്നത്, ഇവരുടെ ഡീറ്റെയിൽസ് ഇന്നത് എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് എടുക്കുകയാണ്. അതിനെ സെൻസസ് എന്ന് പറയാം. അപ്പൊ കംപ്ലീറ്റ് എന്താണ്, അപ്പോ എവറി എലമെന്റ് ഓഫ് പോപ്പുലേഷൻ, ഒരു പോപ്പുലേഷന്റെ എല്ലാ എലമെന്റ്സിനെയും ഒരുപോലെ സ്റ്റഡി ചെയ്യുന്നതാണ് എന്ത്, സെൻസസ് ഓർ കംപ്ലീറ്റ് എന്യൂമറേഷൻ. ഇനി അടുത്തതായിട്ട് എന്ത് വരുന്നുണ്ട്, പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ വരുന്നുണ്ട്. അപ്പൊ ആദ്യം ഈ സെൻസസ് ഓർ കംപ്ലീറ്റ് എന്യൂമറേഷൻ പറയുമ്പോൾ തന്നെ അതിൽ നമ്മൾ പോപ്പുലേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. അപ്പൊ പോപ്പുലേഷൻ എന്താണ്, ഇതും 1 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടാലിറ്റി ഓഫ് ദി ഐറ്റംസ്. അപ്പൊ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ സ്റ്റഡി ചെയ്യുന്നത് സീനിയർ സിറ്റിസൺസിനെ കുറിച്ചാണെന്ന് വിചാരിക്കുക. അപ്പൊ കോഴിക്കോട് ജില്ലയിലെ സീനിയർ സിറ്റിസൺസിനെ കുറിച്ച് പഠിക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. അപ്പൊ കോഴിക്കോട് ജില്ലയിൽ മൊത്തത്തിൽ ഒരു 500 സീനിയർ സിറ്റിസൺസ് ഉണ്ടെന്ന് വിചാരിക്കാം, മൊത്തം, അല്ലെ, കോഴിക്കോട് ജില്ല മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ 60 വയസ്സിന് മുകളിലായിട്ട് ഒരു 500 പേരുണ്ടെന്ന് വിചാരിക്കാം. ആ 500 പേരാണ് എന്ത്, എന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്, എന്റെ സ്റ്റഡിയുടെ പോപ്പുലേഷൻ. അതായത് 500 പേരുണ്ട്. പക്ഷെ ഈ 500 പേരെയും പോയി കണ്ട് അവരുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് എന്നെ കൊണ്ട് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിൽ നിന്ന് ആ കോഴിക്കോട് ജില്ലയുടെ ഓരോ സ്ഥലങ്ങളിലും, നോർത്തിലും സൗത്തിലും ഒക്കെ ആയിട്ട് ഓരോ സ്ഥലങ്ങളിലും ഉള്ള ആൾക്കാരെ ഇങ്ങനെ എന്ത് ചെയ്തു, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പിക്ക് ചെയ്തു, ഇത്ര ആൾക്കാരെ
ഇവിടുന്ന് എടുക്കാം, ഇത്ര ആൾക്കാരെ ഇവിടുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ലൊക്കാലിറ്റിന്നും 1-2 പേരെ വെച്ചിട്ട് ഞാൻ എടുത്തു എന്ന് വിചാരിക്കാം. എന്നിട്ട് ജസ്റ്റ് ഒരു 100 പേരെ എടുത്തിട്ടാണ് ഞാൻ സ്റ്റഡി നടത്തിയെന്ന് വിചാരിക്കാം. അപ്പൊ ആ 100 പേരാണ് എന്ത് എന്റെ സാമ്പിൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്താ സാമ്പിൾ, എന്താ പോപ്പുലേഷൻ എന്നുള്ളത് ക്ലിയർ അല്ലേ? പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ടോട്ടാലിറ്റി ഓഫ് ദി ഐറ്റംസ് ആണ്. സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗ്രൂപ്പ് ഓർ സെക്ഷൻ ഓഫ് ദി പോപ്പുലേഷൻ. ആ ഹോൾ പോപ്പുലേഷൻ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ അതിന്റെ ഒരു സെക്ഷനെയോ ആണ് നമ്മൾ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൽ വരാൻ പോകുന്നത് റാൻഡം സാമ്പിളിംഗ് ആൻഡ് നോൺ റാൻഡം സാമ്പിളിംഗ്. ഇതും എക്സാമിന് ക്വസ്റ്റ്യൻ കാണാറുള്ളതാണ് കേട്ടോ. ഇതും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. നമുക്ക് ഇതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻസും കൂടി പറയും. റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, വളരെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, നോക്കട്ടെ, എവറി ഇൻഡിവിജ്വൽ ഹാസ് ആൻ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ് അല്ലെ. എവറി ഇൻഡിവിജ്വൽ ഹാസ് ആൻ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ്. അപ്പൊ റാൻഡം സാമ്പിളിംഗ് എന്താന്ന് ചോദിക്കുമ്പോൾ അതിന് ഇതാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത്. എവറി ഇൻഡിവിജ്വൽ ഹാസ് ആൻ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ് ആവാനുള്ള ചാൻസസ് ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ ലോട്ടറി ഒക്കെ പറയില്ല, അതുപോലെ ലോട്ടറി എത്ര പേര് ലോട്ടറി എടുത്താലും എല്ലാവരും ഒരുമിച്ച് ഒരു ഡബയിൽ പേരിട്ടിട്ട് ജസ്റ്റ് കുലുക്കിയിട്ട് ഒരെണ്ണം എടുക്കും. അപ്പൊ അതിൽ ആരും അതിൽ വിന്നർ ആവാം അല്ലെ. ഇന്ന ആൾ തന്നെ ആവണമെന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ എല്ലാവർക്കും ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ് ആണ്. എന്നാൽ നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാലോ, അവിടെ നമ്മൾ ഈ പറയുന്നത് പോലെ നോൺ റാൻഡം സാമ്പിളിംഗിൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് ക്രൈറ്റീരിയാസ് വെച്ചിട്ടായിരിക്കും സെലക്ഷൻ ചെയ്യുന്നത് അല്ലെ. ഇന്ന ലൊക്കാലിറ്റിയിലുള്ള, ഇന്ന ഏജ് ഗ്രൂപ്പിലുള്ള, ഇന്ന കാര്യം ചെയ്യുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെക്കില്ല. അപ്പൊ അതാണ് നോൺ റാൻഡം സാമ്പിളിംഗ്. അവിടെ കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഒരേ ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ് അല്ല, ചിലർക്ക് ചിലപ്പോൾ അതിൽ സെലക്ടഡ് ആവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് നോൺ റാൻഡം സാമ്പിളിംഗ്. പിന്നെ സാമ്പിളിംഗ് എറേഴ്സ് പറയുന്നുണ്ട്. അടുത്തതായിട്ട് സാമ്പിളിംഗ് എറേഴ്സ്. ഇതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതും എക്സാമിന് കണ്ടിട്ടുണ്ട്. 1 മാർക്കിനൊക്കെ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിന് 1 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് കുറെ കണ്ടിട്ടുണ്ട് കേട്ടോ മക്കളെ. സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ വാല്യൂ ഓഫ് പാരാമീറ്റർ ഓഫ് ദ പോപ്പുലേഷൻ ആൻഡ് ഇറ്റ്സ് എസ്റ്റിമേറ്റ്. അതായത് നമ്മൾ എടുത്തിട്ടുള്ള, അതായത് ഇപ്പോ നമ്മുടെ ആക്ച്വലി നമ്മൾ എടുത്തേക്കുന്ന സാമ്പിളും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്നതും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മളെ സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്. അപ്പൊ സാമ്പിളിംഗ് എററിൽ വരുന്നത്, അതായത് നമ്മൾ എടുത്ത സാമ്പിളിൽ മിസ്റ്റേക്ക് പറ്റിപ്പോയി. അപ്പൊ അങ്ങനെ നമ്മൾ എടുത്ത സാമ്പിളിൽ മിസ്റ്റേക്ക് പറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യാൻ നമുക്ക് എന്താ ഒരു വഴി, അതിനെ സോൾവ് ചെയ്യാനുള്ള ഒരേ ഒരു വഴി, അതാണ് എപ്പോഴും ഓർത്ത് വെക്കേണ്ടത്. ഇത് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിനെ സോൾവ് ചെയ്യാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, സാമ്പിളിംഗ് എറർ എന്ന് വെച്ചാൽ ലാർജർ സാമ്പിൾസ് എടുക്കുക. നമ്മൾ കൂടുതൽ സാമ്പിൾ എടുക്കാൻ നോക്കുക. അപ്പൊ 500, നമ്മളെ പോപ്പുലേഷൻ നേരത്തെ പറഞ്ഞതുപോലെ 500 പേരാണ് പോപ്പുലേഷൻ എന്ന് വെച്ചാൽ അതിന്റെ ഒരു 100 പേരെ മാത്രം വെച്ച് നമ്മൾ സ്റ്റഡി നടത്താതെ പകരം 200 250 പേരെ വെച്ച് സ്റ്റഡി നടത്താൻ ശ്രമിച്ചാൽ അത്രയും നമുക്ക് സാമ്പിളിംഗ് എറർ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നോൺ സാമ്പിളിംഗ് എറർ, അതായത് നമ്മൾ എടുത്ത സാമ്പിളിന്റെ പ്രശ്നമൊന്നുമല്ല, അല്ലാതെ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ. അതെന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നമുക്ക് റെസ്പോൺസസ് കൃത്യമായിട്ട് കിട്ടാത്ത നോൺ റെസ്പോൺസ് എറേഴ്സ് ഉണ്ടാവാം. പിന്നെ അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യുന്നതിൽ നമുക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, ഡേറ്റ കളക്ട് ചെയ്യുന്നിടത്ത് വന്നിട്ടുള്ള മിസ്റ്റേക്സ്. അതും അല്ലെങ്കിൽ സാമ്പിളിംഗ് ബയാസസ്, എന്തെങ്കിലും രീതിയിൽ നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ തന്നെ ബയാസ്ഡ് ആയിട്ട്, ഈ ഏരിയയിൽ എനിക്ക് അറിയാവുന്ന കുറച്ച് അധികം ആൾക്കാരുണ്ട് അപ്പൊ അവിടുന്ന് എടുക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ബയാസ്ഡ് ആയിട്ട് അങ്ങോട്ടേക്ക് പോകുക. അതെന്ന് വെച്ചാൽ പ്രോപ്പർ നമ്മുടെ റിസർച്ചിന്റെ റിക്വയർമെന്റിന് അനുസരിച്ചല്ല, നമ്മുടെ ഇഷ്ടം നോക്കിയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അത് ബയാസ്ഡ് ആവുക എന്നാ പറയാ. അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? യെസ് ഓർ നോ? അപ്പൊ നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ, വാട്ട് ആർ ദ മെത്തേഡ്സ് ദാറ്റ് എ റിസർച്ചർ യൂസസ് ടു കളക്ട് പ്രൈമറി ഡേറ്റ. പ്രൈമറി ഡേറ്റ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഏതൊക്കെ നോക്കി. 6 മാർക്കിന് 2023 വന്ന ക്വസ്റ്റ്യനാ അല്ലെ. ആകെപ്പാടെ നിങ്ങൾ ആ 3 മെത്തേഡ്, അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നിങ്ങൾ അവിടെ എഴുതി കഴിഞ്ഞാൽ ആ 3 മെത്തേഡും പറയാം എന്താണ്, അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടുക, 2 marks each. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് പറയാം. പിന്നെ എനി 3 points one should keep in mind while preparing questionnaire. ഞാൻ പറഞ്ഞല്ലോ questionnaire മോസ്റ്റ്ലി ഒരു ക്വസ്റ്റ്യൻ ആവാറുണ്ട്. 2022 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ക്വസ്റ്റ്യനെയറിന്റെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എക്സ്പ്ലെയിൻ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ. വീണ്ടും കണ്ടില്ലേ, റിപ്പീറ്റേഷൻ ആണ് ക്വസ്റ്റ്യനെയർ അല്ലെ. 2021 4 മാർക്കിന് ചോദിച്ചു ആ ക്വസ്റ്റ്യൻ. പിന്നെ എന്താണ്, ഡിസ്ക്രൈബ് സെൻസസ് സർവേ ആൻഡ് സാമ്പിൾ സർവേ. എന്താണ് സെൻസസ് എന്നുള്ളത്, എന്താണ് സാമ്പിൾ എന്നുള്ളത് മനസ്സിലായല്ലോ. പോപ്പുലേഷൻ എന്താണെന്ന് അറിയാം, സാമ്പിൾ എന്താണെന്ന് അറിയാം. അപ്പൊ അത് വെച്ചിട്ട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് സുഖമായിട്ട് മാർക്ക് വാങ്ങിക്കാൻ പറ്റും ഇവിടെ അല്ലെ. ഓക്കെ, പിന്നെ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ സാമ്പിൾ സർവേ ആൻഡ് സെൻസസ്. സെയിം സാധനം,
2024 ചോദിച്ചു, അതായത് 2022 ചോദിച്ച അതേ ക്വസ്റ്റ്യൻ എടുത്ത് 2024 അവർ ചോദിക്കുക ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ സാമ്പിളിംഗ് എറേഴ്സിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ആ നോൺ സാമ്പിളിംഗ് എറേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് 2021 അല്ലെ 2021. അപ്പൊ ഈ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടില്ലേ, സെയിം ഏരിയാസ്. ഇപ്പൊ ക്വസ്റ്റ്യനെയർ ചോദിക്കും, മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് ചോദിക്കും, സാമ്പിളിംഗ് എറർ ചോദിക്കും, സാമ്പിളിംഗ് ആൻഡ് നോൺ സാമ്പിളിംഗ് എറർ ചോദിക്കും, അതുപോലെ തന്നെ എന്താണ് സെൻസസും സർവേനെയും കുറിച്ച് ചോദിക്കും, അതുപോലെ റാൻഡം സാമ്പിളിംഗ് ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ ചാപ്റ്റർ ആക്ച്വലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ. ഓക്കെ, അപ്പൊ നല്ല പോലെ ഇരുന്ന് പഠിക്കുക. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഈ ഒരു ഏരിയയിൽ? എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ? യെസ് ഓർ നോ? ഇല്ലെങ്കിൽ ഒരു തംസ് അപ്പ് കാണിച്ചേ. നോ മിസ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് വെച്ച് തന്നെ പഠിക്കുക. ഓക്കെ.